ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇതൊരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. ഇത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ തൽക്കാലം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ. ഒരു പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 വലിയ സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. ഈ വലുപ്പത്തിലുള്ള 3 വലിയ സവാളയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് ജിഞ്ചർ പേസ്റ്റും അത്ര തന്നെ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരുന്നവരെ പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ തക്കാളി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് തക്കാളിയൊക്കെ നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആയിക്കിട്ടത്. നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കുമ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യണമെങ്കിൽ കൂടി ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാള വഴറ്റിയപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പം ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ ചിക്കനിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ഗരം മസാല ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അത്രയും മെനക്കെടാൻ എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് പൗഡർ യൂസ് ചെയ്തത്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ചിക്കൻ ഫുള്ളായിട്ടൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ചിക്കൻ സാധാരണ ഒരു 20-25 മിനിറ്റ്സിൽ വേവാറുണ്ട്. ഒരു 15 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ വേവാവുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഞാൻ ആകെ 25 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ ചിക്കനൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ പീസസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഗ്രേവി എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഉണ്ടോ ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് താനും, വല്ലാണ്ട് അങ്ങ് തിക്കുമല്ല. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എരിവൊക്കെ എനിക്ക് കറക്റ്റായിട്ടാണ് വന്നിരിക്കണേ.
ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് ഇനി മാറ്റട്ടെ.